ഇത് ഇന്ന് ഞാൻ പരിചയപ്പെടുന്ന ഒരു സ്വീറ്റ്സ് ആണ്. അതായത് നമ്മുടെ കോഴിക്കോടൊന്നും കിട്ടില്ല. അതായത് നമ്മുടെ മലപ്പുറം മാത്രം കിട്ടുന്ന ഒരു സ്വീറ്റ്സ്. അതെന്താണെന്ന്, അതായത് നമ്മുടെ മലപ്പുറത്ത് കോട്ടയ്ക്കൽ രണ്ടനത്തടിയിൽ വരുന്ന ആ ഒരു സ്വീറ്റ്സിന്റെ പേരാണ് നാഡീബലം. ഈ ഒരു സ്വീറ്റ്സിന്റെ പേര് കേട്ടാൽ തന്നെ വിചാരിക്കും നമ്മളിപ്പോൾ ഈ സ്വീറ്റ്സ് സാധാരണഗതിയിൽ വൈറലാണ്. നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ ഇത് കിട്ടാൻ ചാൻസ് കുറവാണ്. കാരണം ഈ ഒരു സ്പോട്ട് വരുന്നത് കോട്ടയ്ക്കൽ രണ്ടനത്താണിയിലാണ് കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആദ്യം തന്നെ പറയട്ടെ. ഇത് മലപ്പുറംകാരുടെ റെയർ ഡിഷാണെങ്കിൽ പോലും ഇത് കോഴിക്കോട്ട് നിന്ന് ആൾക്കാർ പോയി കഴിച്ചാൽ അത് അവർക്കൊരു ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലായിരിക്കും. ഇതിൽ കൂടുതലായിട്ട് നമുക്ക് ടേസ്റ്റ് തോന്നുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുക ചെറിയുള്ളീൻ്റെ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവും. ചെറിയുള്ളി ഉണ്ട്, പിന്നെ നമ്മുടെ എന്താ പറയുക തേങ്ങാക്കൊത്ത്, ശർക്കരേൻ്റെ കരിപ്പെട്ടി, പിന്നെ ഇഞ്ചി ചുക്ക്, പിന്നെ ഇതിൽ ചേർക്കുന്ന ഒരു രഹസ്യക്കൂട്ടുണ്ട്. അത് അവർക്ക് മാത്രം അറിയും. അതുകൊണ്ട് തന്നെ ഇത് നമുക്കുണ്ടാക്കാൻ സാധിക്കുന്നില്ല. കാരണം ഇത് വേറൊരു സ്ഥലത്തും ഇത് കിട്ടില്ല. ഈ നാഡീബലം എന്ന് പറയുമ്പോൾ ഞാൻ ചോദിച്ചു, ഏട്ടാ ഇത് മരുന്നാണോ അല്ലെങ്കിൽ നാടിക്കെന്ത് ബലം കിട്ടുമെന്ന്. കാരണം നമ്മൾ പ്രസവരക്ഷയും കാര്യങ്ങളൊന്നും അപൂർവമായിട്ട് എടുക്കാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു കഷ്ണം കഴിക്കുമ്പോഴേക്ക് ഭയങ്കരമായിട്ട് നമുക്ക് ഉന്മേഷം വരുമോ എന്ന്. സത്യം പറയുകയാണെങ്കിൽ ഈ നാഡീബലം മിഠായി വെറും ഒരു സ്വീറ്റ്സ് മാത്രമാണ് കേട്ടോ. പക്ഷേ അതിൻ്റെ രസക്കൂട്ടുകളാണ് ഇതിൻ്റെ മുഖ്യ അതിഥികൾ. എന്താ പറയുക, നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഇത് കഴിക്കാത്തവരാരും ഉണ്ടാവില്ല. അപ്പോൾ കുറച്ച് കാലങ്ങൾക്ക് മുന്നേ, അതായത് ഒരു 5 വർഷം മുന്നേ പുതിയങ്ങാടി നേർച്ച സമയത്ത് ഞാൻ ഈ ഒരു സ്വീറ്റ്സ് കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഇതിനെക്കുറിച്ച് കൂടുതൽ വൈറലായിട്ടുള്ള കാര്യങ്ങളോ ഒന്നും അറിയില്ല. അന്ന് നമ്മൾ പുതിയങ്ങാടിയിൽ നിന്ന് വാങ്ങി കഴിച്ചു. പുതിയങ്ങാടിയിൽ നിന്നല്ല, നമുക്ക് നമ്മുടെ ഫാമിലിയുള്ള ജിജുവേട്ടൻ കൊണ്ടു തന്നിട്ട് ഞാനൊരു പ്രഗ്നൻ്റ് ടൈമിൽ അതേസമയം അതിൻ്റെ 100 ഇരട്ടി ഞാൻ വോമിറ്റ് ചെയ്തിട്ടോ. അപ്പോൾ എന്താ പറയുക, ഈ നാഡീബലം കഴിച്ചവർ, അതായത് മലപ്പുറം ജില്ലയിലുള്ള അധിക പേരും ഇത് കഴിച്ചിട്ടുണ്ടാവും. അവിടുത്തെ ഒരു പ്രധാന ഡിഷ് അതാണ് ഈ നാഡീബലം അല്ലേ. നമ്മളെ കോഴിക്കോട്ടുകാരെ ഭാഷയിൽ പറഞ്ഞ ചന്തമിഠായി അല്ലേ. നമ്മൾ ചന്തയിൽ നിന്നെല്ലാം വാങ്ങുന്ന സാധനം ചന്തമിഠായി. അപ്പോൾ ഈ ചന്തമിഠായി അവിടെ മാത്രം കിട്ടും കേട്ടോ. നമ്മുടെ കോഴിക്കോട് ജില്ലയിലൊന്നും വന്നാൽ ഇത് ചിലപ്പം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഇത് കഴിച്ചവരുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യുക. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ചെറിയുള്ളീൻ്റെ ചുവ നല്ലോണം ഉണ്ടാവും. പിന്നെ ഇതിൽ നമുക്ക് കൂടുതൽ ക്രേവിങ്സോടെ കുറേ കഴിക്കാമെന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല. കാരണം ഞാനിത് വാങ്ങിയിട്ട് എനിക്ക് കുറച്ച് ഭാഗം മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. നമ്മൾ എല്ലാം പറയുകയാണെങ്കിൽ അത് നേരെ ചൊവ്വ പറയണം. കാരണം എല്ലാ മിഠായി കഴിക്കുമ്പോൾ ഇങ്ങനെ ക്രാവിങ്സോടെ കുറേ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് കഴിച്ചിട്ട് കാര്യമില്ല. അത് സത്യം പറയുകയാണെങ്കിൽ ഒരു മരുന്ന് പോലെ തന്നെ നമുക്ക് അനുഭവപ്പെടും കേട്ടോ. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് ഫസ്റ്റ് ടൈം കഴിക്കുന്നവർക്ക് ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ അഭിപ്രായം. കഴിക്കാത്തവരുണ്ടോ ഒന്ന് കഴിക്കാൻ വേണ്ടി എവിടെയും കിട്ടുകയാണെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കുക. അപ്പോൾ മലപ്പുറം ജില്ലയിലുള്ള പൂർണ്ണമായിട്ടുള്ള ആൾക്കാർ കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ മലപ്പുറം ജില്ലയിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ മിഠായി കഴിച്ചവരെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. മലപ്പുറം